സ്മൃതി പരുത്തിക്കാട്. SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. അന്വേഷണത്തിന് സ്റ്റേ അല്ല ആവശ്യം, അന്വേഷണമേ വേണ്ട എന്നതാണ്. ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ അന്വേഷണമെന്നാണ് ഹർജിയിലെ വാചകം. അന്വേഷണം ഉത്തരവിടാൻ ആധാരമായ രേഖകൾ കോടതി വിളിച്ചുവരുത്തണമെന്നും ആവശ്യമുണ്ട്. ഏതന്വേഷണവും നടക്കട്ടെ എന്ന പാർട്ടി ആദ്യം പറഞ്ഞെടുത്തതെന്നാണ് അന്വേഷണം തടയാനുള്ള നീക്കം. മറുവശത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കേഡറുകളെ സജ്ജമാക്കുകയാണ് പാർട്ടി എന്ന വാർത്തയുമുണ്ട്. കൈകൾ ശുദ്ധമോ എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ പാർട്ടി കേഡറുകളോട് കാര്യങ്ങൾ അണികളെ വിശദീകരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നു. പക്ഷേ ചർച്ചയിൽ ഈ വിഷയം സംസാരിക്കാൻ പ്രതിനിധികളെ CPM അയക്കുന്നില്ല. അതുകൊണ്ട് ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ആണുള്ളത്. നിരീക്ഷകനായി NP ചിക്കുട്ടിയുണ്ട്. BJP-യിൽ നിന്ന് ശങ്കുട്ടി ദാസ്, കോൺഗ്രസ് സഹയാത്രികനായ അഡ്വക്കേറ്റ് അസഫ് അലിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, അന്വേഷണത്തെ ഭയക്കൊന്നില്ല എന്ന് പറയുന്നു ഒരു വശത്ത്. എന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അന്വേഷണമേ വേണ്ട എന്നൊരു ഹർജി എന്തിനാണ് കോടതിയിൽ പോകുന്നത്? അത് എക്സാലോജിക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് വീണ വിജയൻ്റെ ഡിസ്കഷനാണ് അന്വേഷണം വേണമെന്നുള്ളവരും. അവരെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിൽ 2021 മുമ്പ് കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയ വേട്ടയാടലുകളുടെ തനിയാവർത്തനമായി വീണ വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നു. SFIO എന്ന് പറയുന്ന കേന്ദ്ര വാണിജ്യ വകുപ്പിൻ്റെ ഒരു അന്വേഷണ ഏജൻസി അവരിലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് മുന്നോടിയായി അവർ 2 റെയ്ഡുകൾ നടത്തി കഴിഞ്ഞു. എക്സാലോജിക്കിൽ മാത്രം. എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ നിലവിൽ പോലില്ല. അത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശപ്പെട്ട പോലെ തന്നെ സ്വന്തം സ്ഥാപനം നടത്താനുള്ള എല്ലാ അവകാശമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, എലിജിബിളായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന പോലുമില്ല. ആ സ്ഥാപനത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയ്ക്ക് അവരെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിയമപരമായി നേടുന്നതിനുള്ള എല്ലാ അവകാശമുണ്ട്. എന്തിനാണെന്നുള്ള ചോദ്യത്തിനുള്ള യാതൊരു പ്രസക്തിയുമില്ല. വ്യക്തിക്ക് അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം അതിൽ കോടതിയെ സമീപിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് പാർട്ടി വീണ വിജയനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നത്? പാർട്ടി ഈ വിഷയത്തിൽ നിന്നും അകന്നു നിന്നാൽ മതിയല്ലോ. വീണ വിജയൻ അത് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. എന്തിനാണ് പാർട്ടി ആദ്യം തന്നെ പ്രതിരോധ കോട്ട തീർത്തത്? ആദ്യം സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന, പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം, ഇപ്പോൾ AK ബാലനാണ് അതിനുള്ള ചുമതല. ഇപ്പോൾ എക്സാലോജിക് വിഷയത്തിലെ വക്താവ് എന്ന നിലയ്ക്ക് വരുന്നത് AK ബാലനാണ്. അല്ലാതെ തെറ്റായ വായനയാണ് അത്. നിങ്ങളെയൊക്കെ പതിവ് പോലെ തന്നെയുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെ ചമയ്ക്കൽ പ്രകാരമുള്ള ഒരു ആവർത്തന ചോദ്യം അത് അബ്സല്യൂട്ട്ലി റിപ്പീറ്റേഷൻ. അതെന്താണെന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ CPM ആണോ ഇപ്പം ബാംഗ്ലൂർ പോയി കേസ് കൊടുത്തിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വീണ ജോർജിൻ്റെ വിഷയത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളും മല്ലികാർജ്ജുന ഖാർഗെ പോലുള്ളവർ തന്നെ കേരളത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ, കേന്ദ്ര സർക്കാർ ഏജൻസികളെ കൊണ്ട് വേട്ടയാടണമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ പോലെ കേരള ഗവൺമെൻറ്റിനെ അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പനായ മുഖ്യമന്ത്രി തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ ശാരിക്കൊണ്ട് കേരളത്തിൻ്റെ സർക്കാരിനെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ കടമ. അത് ഏത് പാർട്ടിയാലും അത് ചെയ്യും. ജനാധിപത്യത്തിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഏത് അന്വേഷണത്തിനെ വൺ സൈഡായിട്ട് നേരിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥയുടെ നേരിടാനുള്ള എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളും ഭരണഘടനാ അവകാശങ്ങളും നിയമവകാശങ്ങളും ഈ പാർട്ടിക്കുണ്ട്. തീർച്ചയായിട്ടും ചെയ്യും. ഞങ്ങൾ കൈയും കെട്ടി മാറി നിന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വന്ന് വിളയാടി പോട്ടെ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ അംഗീകരിച്ചോളാം എന്ന് പറയാൻ മാത്രമുള്ള മണ്ടന്മാരാണോ ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ CPM പേടിച്ചു പോകുന്നു, അതിന് മുഖ്യമന്ത്രി ഭയന്നിട്ടുണ്ടോ എന്ന് BD സതീശൻ്റെ ഒരു ബൈറ്റ് കാണിച്ചുകൊണ്ടിവിടെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരി തോന്നി. കേരളത്തിൽ ഭയന്ന് ഉറക്കം പോലും ഇല്ലാതെ കണ്ട് ജീവിക്കുന്ന ഒറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് BD സതീശനാണ്. 150 കോടി രൂപയുടെ ആരോപണം ഉത്തരവാദിത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത്, സ്പീക്കർക്ക് എഴുതി കൊടുത്ത്, നിലമ്പൂരിൻ്റെ MLA PV അൻവർ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നും
താനത് നിഷേധിക്കണമെന്നും പോലും ഒരു വാക്ക് പോലും പറയാതെ കൊണ്ട് ഭയന്ന് നടക്കുന്ന ഒരു ഒറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ. അത് PV, അതായത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഏറ്റെടുക്കുന്നത് രസകരമാണ്. നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങളും അദ്ദേഹത്തിന് പിന്നീട് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും PV അൻവർ അല്ലല്ലോ നമ്മുടെ വിഷയം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവിടെ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വേട്ട നടത്തുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിരിക്കും താങ്കൾ പറഞ്ഞത്. അത് ഞാൻ തീർച്ചയായും ശ്രീ ശങ്കുട്ടി ദാസിനോട് ചോദിക്കുന്നതായിരിക്കും. എനിക്കറിയേണ്ടത് ഇതിലിപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാമർശം വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നല്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. അത് BJP-യിൽ നിന്നല്ല, കോൺഗ്രസിൽ നിന്നല്ല, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയിൽ നിന്നാണ്. അവരുടെ വിധിയിലെ ഒരു വാചകമായിട്ടാണ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൾ എന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഹർജി പോവുകയും അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിലും രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന രീതിയിൽ ആദ്യം ഇവിടുത്തെ CPM നേതാക്കൾ പ്രതികരിക്കുന്നു. പ്രത്യേകിച്ച് AK ബാലനെ പോലുള്ള നേതാക്കൾ തുടക്കം മുതൽ അദ്ദേഹമാണല്ലോ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നീട് അത് കഴിഞ്ഞ് അടുത്ത അന്വേഷണം വരുന്ന സമയത്ത് ROC-യിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് ശരിയായിരുന്നു എന്ന രൂപത്തിൽ വരുന്നു. കാരണം അതിൽ ഒരു അന്വേഷണത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, അതാണല്ലോ തീർപ്പ് എന്ന രൂപത്തിൽ വരുന്നു. പിന്നീട് ഇപ്പോൾ ഇത് SFIO-യിലേക്ക് വരുമ്പോൾ SFI ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ROC-യുടെ അന്വേഷണം നല്ലതാണല്ലോ, അതിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞല്ലോ, അതൊരു വശം പുരോഗമിക്കുകയാണല്ലോ. അതിനിടയ്ക്ക് എന്തിനാണ് ഈ SFIO വരുന്നതെന്നായി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഉറച്ച് നിങ്ങളാണ് നിൽക്കേണ്ടത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ 2021 ആവർത്തിച്ച് പറയുന്നത് ബോറടിയാണെങ്കിലും അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള ചർച്ച നടത്തിയാലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതിയോട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും BJP സർക്കാർ ഭരിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു ചെറിയ കേസിലെങ്കിലും പിന്നെ ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസികൾ എവിടെയെങ്കിലും ഒരു അന്വേഷണം നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കും, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊടകര കള്ളപ്പണ കേസിൽ കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും സംശയത്തിന് പറയില്ല. കേരളത്തിലെ BJP പോലീസ് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 3.5 കോടി രൂപയിൽ 1.5 കോടി രൂപ പിന്നെ അവർ കണ്ടെത്തി. ഉടനെ പിന്നെ ഇവിടെ വന്ന് ED അത് സ്വയം ഏറ്റെടുത്തിട്ട് 1 വർഷവും 9 മാസമായി. എവിടെ നിൽക്കുന്നു ആ കേസ്? എന്തെങ്കിലും ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏജൻസികൾ വരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയം എത്രത്തോളം ഏറ്റെടുക്കുന്നു, എത്രത്തോളം ഉന്നയിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ നിൽക്കാം. താങ്കൾ പറഞ്ഞ ശരിയാണ്. ഞാൻ ശങ്കുട്ടി ദാസിനോട് അത് ചോദിക്കുകയാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്ന രൂപത്തിൽ തന്നെയാണ് CPM ഈ വിഷയത്തെയും കാണുന്നത്. മുഖ്യമന്ത്രിയുടെ മകളിൽ നിന്ന് പോയി നേരെ മുഖ്യമന്ത്രിയിലേക്ക്. അത് പരാതിക്കാരനായ ഷോൺ ജോർജ് തുറന്നു തന്നെ പറയുന്നുണ്ട്. തൻ്റെ ഉദ്ദേശം, തൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. അതിലപ്പുറം ഈ കേസിൻ്റെ സാധ്യതകൾ, ഈ കാര്യത്തിൽ SFIO ഏത് ഘട്ടം വരെ പോകും എന്നുള്ള സംശയമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസികളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അപ്പുറത്ത് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പ്രതിനിധി ഏതായാലും ഈ ചർച്ചയിലില്ല. ഞാൻ ശ്രീ അസഫ് അലിയെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് മറുപടി പറയാം. നമ്മുടെ മുന്നിലുള്ള കേസ് എന്താണ്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIO അന്വേഷിക്കുന്ന കേസ് എന്താണ്? അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. മറ്റു വിഷയങ്ങളിലേക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഞാൻ മറ്റു വിഷയങ്ങൾ സംസാരിച്ച് കളയണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, 2023 മുതൽ നടക്കുന്ന അന്വേഷണമാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ തുടർച്ചയായി ചർച്ച നടത്തിയിരുന്ന സമയത്ത് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇത് വീണ വിജയൻ കക്ഷിയായിട്ടുള്ള ഒരു കേസേ അല്ല, അവർ ആ കേസിലൊരു പാർട്ടിയല്ല, അവർക്ക് അതിൽ അവരുടെ വാദങ്ങൾ പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ മുകളിൽ വീണ വിജയൻ ഏതെങ്കിലും നിലയിലുള്ള ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ല. അവരങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ എന്താണ് അവർക്കെതിരെ ഒരു അന്വേഷണം നടത്താത്തത്? ഇതിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മാത്രമല്ലേ എന്ന്. പക്ഷേ ഈ സമയത്തെല്ലാം CPM പ്രതിനിധികളും ഇടതുപക്ഷവും നമ്മുടെ മുന്നിൽ നിന്ന് ബോധപൂർവ്വം മറച്ചു പിടിച്ചിരുന്ന ഒരു കാര്യം, 2021 മുതൽ തന്നെ വീണ വിജയന്റെ കമ്പനിയുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു,
ഒരു ഇടതുപക്ഷമോ സർക്കാരോ ഒന്നും അല്ലല്ലോ കോടതിയിൽ പോയിട്ടുള്ളത്. വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ലേ പോയതെന്നാ. കർണാടക ഹൈക്കോടതിയിൽ പോയതാണ് വീണ വിജയൻ. ഇന്നലെ കേരള ഹൈക്കോടതിയിൽ പോയത് KSIDC ആണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. കേരള ഹൈക്കോടതിയിൽ പോയിട്ട് അന്വേഷണം വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം എന്താ, KSIDCക്ക് 13% ഷെയറുള്ള CMRലാണ് വീണ വിജയൻ ഒരു ആവശ്യവും ഇല്ലാണ്ട് ഒരു സർവീസും കൈപ്പറ്റാണ്ട് 1,72,00,000 രൂപ 3 കൊല്ലത്തിനിടയിൽ കൊടുത്തത്. അപ്പോൾ സ്റ്റേറ്റും ഈ കാര്യത്തിൽ അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള വഴി പരിശ്രമിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ വന്ന പശ്ചാത്തലത്തിലാണ് വീണ വിജയൻ നേരിട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ അവർ പറയുന്നതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രൊസീജിയറിനെ പറ്റി അവർ പറയുന്നുണ്ട്. അതായത് 2021 ജനുവരി മാസത്തിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 206 പ്രകാരമുള്ള അന്വേഷണം ഇവരുടെ കമ്പനിക്കെതിരെ നടന്നിരുന്നു. അതായത് ഇവരുടെ കമ്പനി നിയമപ്രകാരം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യുകയും ഇവരുടെ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 ഫെബ്രുവരിയിൽ ഇവർ ചില ഡോക്യുമെന്റുകൾ കൊടുത്തു. ഈ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റുകളൊന്നും തൃപ്തികരമല്ലെന്നും ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതല്ല എന്നും കാണിച്ചുകൊണ്ട് 2021 ഒക്ടോബർ മാസത്തിൽ രണ്ടാമത് വീണ്ടും ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യുകയും നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 നവംബർ മാസത്തിൽ കമ്പനിയുടെ പ്രതിനിധിയും ശേഷം 2022 വീണ വിജയൻ നേരിട്ടിട്ടും ഈ പറയുന്ന രജിസ്ട്രാറിന് മുന്നിൽ ഹാജരായിട്ട് തങ്ങളുടെ ഭാഗം ബോധിപ്പിച്ചു. അവിടെയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 210 പ്രകാരം 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവർക്കെതിരെ ആരംഭിക്കുന്നു. കമ്പനീസ് ആക്ടിൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തുന്ന വകുപ്പാണ് 210. ഒരു കമ്പനി കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, കമ്പനീസ് ആക്ട് അവർക്ക് മേലെ നിർദ്ദേശിച്ചിട്ടുള്ള നിയാമകമായിട്ടുള്ള ചട്ടക്കൂടുകൾക്ക് ഉപരിയായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സെക്ഷൻ 210 ഇൻവോക്ക് ചെയ്യുന്നത്. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവർക്കെതിരെ നടത്തി. ഇൻവെസ്റ്റിഗേഷനിൽ എന്ത് ബോധ്യപ്പെട്ടു, ഇവരുടെ കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും വിധേയമായിട്ടല്ല, സീരിയസ് ഫ്രോഡുകൾ ഇവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 ജനുവരി 31 സെക്ഷൻ 212 പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉത്തരവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ SFIയുടെ അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന സാധനമല്ല. 2021 മുതൽ തുടർന്ന് വരുന്ന 206 പ്രകാരമുള്ള ഫർണിഷിംഗ് ഓഫ് ഡീറ്റെയിൽസ് പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതിനെ തുടർന്നിട്ടുള്ള ഡയറക്റ്റ് ഹിയറിംഗ്, അതിനുശേഷമുള്ള 2022 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഒരു കൾമിനേഷനിലാണ് ഒരു സീരിയസ് ഫ്രോഡ് പ്രൈമ ഫേസി എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷമാണ് പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് SFIയുടെ അന്വേഷണം നടന്നിട്ടുള്ളത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ധാർമ്മികതയൊക്കെ പറ്റി പറയാൻ മൗലികമായിട്ട് ഒരു അടിത്തറയുള്ള ആളുകൾ ഈ ഘട്ടത്തിൽ തന്നെ രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം എന്താ, there is a prima facie case against them. പ്രഥമ ദൃഷ്ടിയാൽ അവർക്കെതിരെ ഒരു കേസ് ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് നടക്കാനുള്ളത്? ഇത് ശരിക്കും ഇതിൽ നടക്കേണ്ടത് റെയ്ഡും പിന്നെ അറസ്റ്റുമാണ്. ഈ സെക്ഷൻ 212 നമ്മൾ കമ്പനീസ് ആക്ടിലെ തന്നെ മിനി ആക്ട് എന്നാണ് വിളിക്കുക. കാരണം ഒരു പ്രത്യേക നിയമം തന്നെയാണത്, ഒരു പ്രത്യേക ഏജൻസിയെ സ്ഥാപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നിയമമാണ്. അതിൽ ഈ പറയുന്ന SFIയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റ് നടത്താനുള്ള അധികാരം, എങ്ങനെയൊക്കെയാണ് ബെയിൽ കൊടുക്കാനുള്ള അധികാരം, തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യാനുള്ള അധികാരം, റെയ്ഡ് നടത്താനുള്ള അധികാരം, ഇങ്ങനെ ഒരു പ്രത്യേക ഏജൻസിയുടെ തന്നെ ചിട്ടപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരു ഏജൻസിയുടെ അന്വേഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ കാര്യം കംപ്ലീറ്റ്ലി മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പൊതുസമൂഹത്തെ അറിയിക്കാതെയാണ് ഞങ്ങൾ കക്ഷിയല്ലാത്തൊരു കേസിൽ ഞങ്ങൾക്കെതിരെ വന്നൊരു പരാമർശം മാത്രമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യം എന്നിവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിരുന്ന എല്ലാ വിശദീകരണങ്ങളും നുണയാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് ഭാര്യയുടെ പെൻഷൻ തുക മൂലധനമായിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ, കമ്പനിയുടെ ഡയറക്ടറിൽ നിന്ന് 78 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടാണ്, അതായത് കമ്പനിയുടെ ഏക ഡയറക്ടറായിട്ടുള്ള സിംഗിൾ ഡയറക്ടറായിട്ടുള്ള തൈക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന ലോൺ ആയിട്ട് വെച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥയ്ക്കാണ് 2003-2004 കാലഘട്ടത്തിലാണ് അവർ റിട്ടയർ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 78 ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്? ഇത് യഥാർത്ഥത്തിൽ നിയമസഭയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അവിടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? തീർച്ചയായിട്ടും നോക്കൂ, ഞാൻ അതിന്റെ ഒരു പ്രോഗ്രഷനാണ് ഞാൻ പറയുന്നത്.
തീർച്ചയായിട്ടും അത് അവർക്ക് പറയേണ്ടി വരും. ഇവിടെ നോക്കൂ, ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന മൂന്നാമത്തെ ഘട്ടമായപ്പോഴേക്കും ഇവർ ഈ കമ്പനി തന്നെ വേണ്ടാന്ന് വെച്ചു. 2022 ആയപ്പോഴേക്കും 100 കോടി രൂപ ടേൺ ഓവറൊക്കെ ഉള്ള രാജ്യത്തിന് വലിയ IT കമ്പനിയാണെന്ന് പറഞ്ഞിരുന്ന സംഭവം ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും ശേഷം SFIയുടെയും അന്വേഷണം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടതിൽ ഈ കമ്പനി തന്നെ വൈൻഡപ്പ് ചെയ്തിട്ട് ഡയറക്ടർ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ കമ്പനി മാത്രമല്ല, ഈ CMRലുമായി ബന്ധപ്പെട്ട് വീണ വിജയന് 77 ലക്ഷം രൂപ ഈ ശശിധരൻ കർത്തയുടെ ഭാര്യ ഡയറക്ടറായിട്ടുള്ള എംപയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ 2022 തന്നെ എംപയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് എന്താണ്, CMRല് ഈ പറയുന്ന സർവീസ് ഒന്നും അവൈൽ ചെയ്യാണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത ലോണാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. അതല്ല പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഒരു സർവീസും കൊടുക്കാണ്ട് ഇവർക്ക് 1.25 കോടി കിട്ടിയതെന്ന്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു എന്താ പറയുക, ഒരു പൊതുസ്ഥാപനമായിട്ടുള്ള KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 13% ഷെയറുള്ള കമ്പനിയാണ് CMRL. അതിലൊരു ഡയറക്ടർ KSIDCയുടെ ഡയറക്ടറാണ്. അങ്ങനെയുള്ള ഒരു പൊതുസ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത പൈസ കൊടുക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അധികാര ദുർവിനിയോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വകുപ്പ് കൂടിയുണ്ട്. ഇനി ഇതിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവരിപ്പോൾ പറയുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ വീണ വിജയന്റെ അഫിഡവിറ്റ് എടുത്ത് നോക്കൂ. കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ദുരുദ്ദേശം ഉള്ളതുകൊണ്ടോ താല്പര്യമുള്ളതുകൊണ്ടോ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്നല്ല ഇവർ പറയുന്നത്. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്താ 210 സെക്ഷൻ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടന്നു വന്നിരുന്ന സാഹചര്യത്തിൽ 212 പ്രകാരം SFIനെ ഏൽപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെ തുടർന്നു കൊണ്ടുപോയാൽ മതി എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഒരു അന്വേഷണത്തെയും ഭയമില്ല, നിങ്ങളുടെ കൈകൾ സുതാര്യമാണ്, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നു. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇതിനെ തടയാൻ വേണ്ടി നിങ്ങൾ വീണ്ടും പൊതുഖജനാവെന്ന് പണം എടുത്ത് കൊടുക്കുകയാണ്. KSIDC സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് 2 ദിവസം കേസ് നടത്തിയതിന് ചെലവ് 1.5 കോടി രൂപയാണ്. ആരുടെ പണമാണ് കൊടുക്കുന്നത്? വീണ്ടും സാധാരണക്കാരന്റെ പണം എടുത്തിട്ടാണ് വരാം. ശ്രീ ശങ്കുട്ടിദാസ്, ശ്രീ NP ചെക്കുട്ടി, ഇതിപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ അതിപ്പോൾ കേരളത്തിന് മാത്രമല്ല പറയാനുള്ളത്, മറ്റ് സംസ്ഥാനങ്ങൾക്കുമുണ്ടല്ലോ. ഇന്നലത്തെ ഡൽഹിയിലെ സമരത്തിൽ സമാനമായ സാഹചര്യം തുറന്നു പറഞ്ഞ കേജ്രിവാൾ എത്തിയിരുന്നു. പല നേതാക്കൾക്കും ഭഗവത് മാനും പറഞ്ഞിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ NDA ഇതര സംസ്ഥാനങ്ങളെ എങ്ങനെയൊക്കെ വേട്ടയാടുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ്, അതിലിവിടെ ഇപ്പോൾ SFIO വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ് എന്ന രൂപത്തിൽ കാണാൻ സാധിക്കുമോ? സാധാരണക്കാരനെ സംബന്ധിച്ച്, കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വ്യക്തമായ ഉത്തരം പാർട്ടിയോ സർക്കാരോ നൽകിയിട്ടുണ്ടോ ശ്രീ NP ചെക്കുട്ടി? ഈ എക്സാലോജിക്കിൻ്റെ നേരെ നടക്കുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ് എന്ന മട്ടിലുള്ളൊരു ആർഗ്യുമെൻറ്റ്. അത് CPM ഉന്നയിച്ചാലും ശരി, ആരും ഉന്നയിച്ചാലും ശരി, ജനത്തിന് ബോധ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജനങ്ങൾക്ക് ബോധ്യമാവില്ല എന്ന് CPMന് പോലും ഉറപ്പുള്ളത് കൊണ്ടാണ് പാർട്ടി അണികളെ ഈ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ, പാർട്ടി അണികൾക്കിടയിൽ ഇപ്പം നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ തലം വരെയുള്ള ഘടകങ്ങളിൽ പാർട്ടി വിശദീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് CPMനകത്ത് ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാളിനെ പോലുള്ള ആളുകൾ പറയുന്ന വിഷയം, അവർക്കെതിരായിട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ, അവരുടെ നേരെ ഒരു വേട്ടയാടൽ, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന വേട്ടയാടലുകൾ, അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവിടെയുള്ള വിഷയങ്ങളുടെ സ്വഭാവവും ഇവിടെയുള്ള വിഷയങ്ങളുടെ സ്വഭാവവും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയുള്ളത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ലിക്കർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ 2 പേര് ഇപ്പം അവിടെ ജയിലിൽ കിടക്കുന്നത്. അതിൻ്റെ പേരിലാണ് അന്വേഷണം. അത് വേറൊരു വിഷയമാണ്. ഇവിടെയുള്ള വിഷയം മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ ഇപ്പം നടക്കുന്ന അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത്, 2 എങ്ങനെയാണ് ഈ കമ്പനി ഉയർന്നു വന്നത്, ഈ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഈ കമ്പനിയുടെ പ്രവർത്തന രീതി സുതാര്യമായിരുന്നോ, നിയമങ്ങൾ പാലിച്ചാണോ ചെയ്തത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലോ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നേരത്തെ തന്നെ കുഴൽനാടനെ പോലുള്ള ആളുകൾ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അന്നും ഒരുപാട് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അതിനൊന്നും CPMോ മുഖ്യമന്ത്രിയോ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. ആദ്യം മുതലേ ഉള്ളൊരു പ്രശ്നം, ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ത് തരത്തിലുള്ള സേവനമാണ് അവർ നൽകിയിട്ടുള്ളത്, അത് ആർക്കും
പറയാൻ കഴിയുന്നില്ല എന്ത് സേവനമാണ്. ഒരു സേവനവും നൽകാതെ എങ്ങനെയാണ് ഒരു വൻ തുക ഒരു കമ്പനിക്കും അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനും കൊടുക്കാൻ കഴിയുന്നത്? അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അത് അഴിമതിയുടെ ഒരു സ്വഭാവം, പണം കൊടുക്കാനുള്ള, അഴിമതി പണം കൈമാറാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ മാത്രമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം ഈ കമ്പനി പിന്നീട് അടച്ചു പൂട്ടേണ്ടി വന്നതും. ഈ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നത് കണ്ടതുകൊണ്ടായിരിക്കണം. ഏതായാലും ശരി, CPM സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇതിലെത്രത്തോളം ഇതിനെത്ര ഇൻവോൾവ് ആണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിന് ഭാഗം. അദ്ദേഹം പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയുടെ പണം കൊടുത്തായിരിക്കാം ഈ കമ്പനി നടത്തിയത്. പക്ഷേ അത്രത്തോളം പണം ഒരാൾക്ക് കിട്ടുമോ എന്നുള്ളതിന് അതൊക്കെ നമുക്ക് സംശയിക്കുക, അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് മോറലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ളതാണ്. നേരിട്ടുള്ള സാമ്പത്തികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലെന്നറിയില്ല. പക്ഷേ കേരള സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട്, കേരള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കേരള സർക്കാരിൽ ഈ കമ്പനി ഉടമയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന ഒരുപാട് നീക്കങ്ങൾ വളരെ വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചയാവുന്നുണ്ട്. അതിന് കേജ്രിവാളിനെതിരായിട്ടും മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടും നടക്കുന്ന അന്വേഷണങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി അതിൻ്റെ ബലത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഈ കേസിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെ സത്യസന്ധമായിട്ട് നേരിടാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ പാർട്ടി തയ്യാറാവേണ്ടതുണ്ട്. നിലവിൽ അവർ നൽകുന്ന വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ളതല്ല എന്നതാണ് പ്രശ്നം. ശ്രീ റെജി ലൂക്കോസ്, ഇന്നലെ കേന്ദ്രത്തിനെതിരായ ഒരു വലിയ സമ്മേളനമാണല്ലോ ഡൽഹിയിൽ CPM നടത്തിയത്. അതൊരു പ്രതിരോധമാണ്. അവിടെ അതിശക്തമായ വാദമുഖങ്ങൾ നിങ്ങൾ നിരത്തുന്നുണ്ട്, അതിശക്തമായ കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധം എന്താണ് ഈ വിഷയത്തിൽ നടത്താൻ വേണ്ടി പാർട്ടി നേതാക്കളെ ചുമതലപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ചർച്ചകളിൽ പങ്കെടുത്തിൽ നിന്നും പിന്നാക്കം പോകുന്നത്? ഈ വിഷയമാണെങ്കിൽ സംസാരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി എത്തുന്നത്? ഇത് വിശദീകരിക്കുക, വീണ്ടും വീണ്ടും വിശദീകരിക്കുക, വ്യക്തത വരുത്തുക, അതുമാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതിൽ എന്താ പറയുക, ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാതെ പറഞ്ഞു പോവുക, റേഡിയോ പോലെ ഓൺ ചെയ്ത് പറഞ്ഞു പോവുക എന്ന രൂപത്തിലല്ല. ചോദ്യങ്ങൾ കേൾക്കാനും അതിന് ഉത്തരങ്ങൾ നൽകാനും തയ്യാറാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അതിൽ വിമുഖത കാണിക്കുന്നത്? ഇതിൽ ആകെത്തുകയെ നിങ്ങൾ നോക്കൂ. ഈ കോടതിയിൽ കേസ് പോകുന്നത് തന്നെ ഈ കേസ് പരിഗണിക്കരുത്, കേസ് എടുക്കരുത് എന്ന് പറയാനാണ്, അന്വേഷണം നടത്തരുത് എന്ന് പറയാനാണ്. അന്വേഷണത്തിൽ സ്റ്റേ അല്ല, അന്വേഷണമേ നടത്തരുതെന്ന് പറയാനാണ്. KSIDCയും സമാനമായ ആവശ്യമാണ് കേരള ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ആലോചന അർദ്ധരാത്രിയിൽ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ കൂടിയാലോചന നടക്കുന്നു, പെട്ടെന്ന് തന്നെ നീങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പിറ്റേ ദിവസം പകല് തന്നെ പോവുകയാണ്, ഹൈക്കോടതിയിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ വേഗത്തിൽ ഈ കാര്യങ്ങൾ നീക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടെന്ന സംശയമാണ് ഉണ്ടാക്കുന്നത് സാധാരണ ജനങ്ങൾക്ക്. മറയ്ക്കാനില്ലെങ്കിൽ ആ അന്വേഷണം നടക്കട്ടെ, കേസുമായി മുന്നോട്ട് പോകുക. ഈ നിയമപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ നിയമപരമായി നടക്കുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്നല്ലല്ലോ. നിയമപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ച് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമല്ലേ വേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അനാവശ്യമായ രീതിയിലുള്ള വ്യക്തിപരമായ രീതിയിലുള്ള ഹത്യയ്ക്ക് വേണ്ടിയിട്ട് അനാവശ്യമായ രീതിയിലുള്ള കയ്യേറ്റം നടക്കുമ്പോൾ അത് തടയണമെന്ന് ആവശ്യപ്പെടാനുള്ള നിയമവ്യവസ്ഥയുള്ള രാജ്യമല്ലേ ഇന്ത്യ. അതിനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിലില്ലേ? അതിനുള്ള അവകാശം ഒരു വ്യക്തിക്ക് അത് നിയമപരമായി നേരിടാനുള്ള വ്യക്തിയെ തന്നെ ആ കേസ് നേരിടാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വ്യക്തി എന്ന് പറയും, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പാർട്ടി എന്ന് പറയും, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇടത് സർക്കാർ എന്ന് പറയും. ഇത് ശരിയല്ലല്ലോ. ഏതെങ്കിലും ഒന്ന് നിൽക്കൂ. ആരുടെ വിഷയമാണിത്? ആരാണ് നേരിടേണ്ടത്? ആർക്കെതിരെയാണ്? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശങ്കുട്ടിദാസ് പറഞ്ഞ ഒരു ആരോപണത്തിന് ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ഒറ്റ മിനിറ്റ് എടുക്കത്തില്ല. അതിന് മുമ്പ് അതിലേക്ക് ഞാൻ വരാം. ഈ ജയ്ഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ്. അദ്ദേഹത്തിന് 50,000 രൂപ മൂല്യത്തിൽ, അന്ന് അത് വെബ്സൈറ്റിലൂടെ തന്നെ നമ്മളെല്ലാം കണ്ട്, എനിക്കൊന്ന് സ്മൃതിയോടൊപ്പം പോലും ആ വലിയ ആരോപണത്തിൽ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണ്. 50,000 രൂപ ആസ്തിയിൽ അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങുന്നു. അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണെന്ന് എൻ്റെ ഓർമ്മ. അത് അവസാനം ഒരു വർഷത്തേക്ക് അതിൻ്റെ ബാലൻസ് ഷീറ്റ് പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമിതമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് 50,000 മടങ്ങ് അദ്ദേഹത്തിൻ്റെ ഈ 50,000 രൂപ മടങ്ങ് ഉയർന്നിരിക്കുന്നു. അന്ന് വലിയ രീതിയിലുള്ള സംശയങ്ങൾ പുറത്തു വന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു. അതിന് കൊണ്ടുവന്ന വാദഗതികളെല്ലാം വളരെ വിചിത്രമാണ്. അത് തെളിയിക്കാൻ പോലും സാധിച്ചില്ല.
അന്ന് സംശയത്തിൻ്റെ മുൾമുനയിൽ ഈ ജയ്ഷാ നിൽക്കുകയും അവസാനം ഒരു കോടതി വിധി സമ്പാദിച്ചുകൊണ്ട് ആ വിഷയത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചകളിൽ നിന്നും അതിൻ്റെ വേരിറക്കുകയാണ് ചെയ്തത്. ആ സംശയങ്ങൾ പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ശങ്കുട്ടിദാസ് വീണാ വിജയൻ്റെ ആസ്തിയെക്കുറിച്ചും അവർക്ക് തുടങ്ങാനുള്ള പണം എവിടെ എന്നുള്ളതിനെക്കുറിച്ചും ഒരു ആരോപണം ഉന്നയിച്ചു. അതിന് ഞാനൊരു മറുപടി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കളെ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതൊരു ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലുള്ള. അപ്പൊ ഇങ്ങനെയുള്ള അല്ല അതിലേക്ക് ഞാൻ വരുന്നത് കാരണം ചോദ്യങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിട്ടല്ലേ എന്നെ ഇവിടെ വിളിച്ചിരുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതൊരു ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. സ്മൃതിയുമായിട്ട് ആ ചർച്ചയെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതൊരു വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ. ഈ ദേശീയ തലത്തിൽ പോലും അന്ന് ഇത്രയ്ക്കും മൂടിയിട്ടില്ലായിരുന്നു കേരളം. പിന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഇപ്പോൾ ആ മൂടലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെതായ ആ കാര്യങ്ങൾ നമ്മൾ കേരളത്തിലും ദേശീയ തലത്തിലും മാധ്യമങ്ങളിലും നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ എടുക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ച മാധ്യമങ്ങളിൽ എടുക്കേണ്ടത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് 3.5 കോടി രൂപ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് BJPയുടെ ഔദ്യോഗിക ഭാരവാഹിയും അയാളുടെ ഭാര്യയോട് കൂടി ബാംഗ്ലൂർ ഒരു ആക്രി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലും ചർച്ചയ്ക്ക് എടുക്കാതെ കൊണ്ടാണ് ഈ ചർവീത ചരണം പോലെ തന്നെ വീണാ വിജയനെയും പിണറായി വിജയനെയും നാളെ തൂക്കിക്കൊല്ലാന്നുള്ള രീതിയിൽ ചർച്ചകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇതുവരെ ഒരു നോട്ടീസും വീണാ വിജയന് പിന്നെ ഈ പറഞ്ഞ SFI ഒന്ന് കിട്ടിയതായിട്ട് എൻ്റെ അറിവില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, തിരുത്താം. ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 150 കോടി രൂപയുടെ അഴിമതി ഈ വിഷയത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 16 കോടി രൂപ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തതായിട്ടാണ് പറയുന്നത്. 175 കോടി രൂപയോളം പിന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 6ഓളം കോൺഗ്രസ്സുകാരുടെ പേര് പുറത്തു വന്നു. പിന്നെ അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് OC എന്ന് പോലും അവിടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരും അങ്ങനെ ശരിയായിട്ട് പോകാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കട്ടെ. അങ്ങനെ എന്നെ തടയരുത്. PV അത് അസന്നിഗ്ധമായിട്ട് അല്ല ഇത് കേട്ടോളൂ. അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ പറയുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം. PV അത് പരസ്യമായിട്ട് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കാൻ പറഞ്ഞു. മറ്റാരും വേണ്ടിയിട്ടില്ല. കാശ് കിട്ടിയിട്ടുണ്ടെന്ന് സമ്മതിച്ച 3 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല സഹിതം. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി അത് സെറ്റിൽ ചെയ്ത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ഏതെങ്കിലും നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ISFI അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നാഷണൽ വാണിജ്യ വകുപ്പിന്റെ പിന്നെ ആ വകുപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനെ ഇല്ലാത്തൊരു കഥ ചമച്ചുകൊണ്ട് 2021 ആവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകളിൽ ശ്രീ റെജി ലൂക്കോസ് എനിക്കറിയത്തില്ല. നിങ്ങളാരും ചർച്ചയ്ക്ക് കൊണ്ടുവരാറില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളാരും ചർച്ചയ്ക്ക് എടുക്കാറില്ല. അതുപോലെ മാത്രം നിങ്ങൾ പറയുന്നു ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന വാദം ശരിയല്ല. ഈ വിഷയമൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്. അതിലേക്ക് കൂടി അന്വേഷണം എത്തില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്? AK ബാലന്റെ പ്രതികരണത്തിൽ അതുമുണ്ടല്ലോ. കോൺഗ്രസുകാർ കുടുങ്ങുമെന്ന് നമുക്ക് അറിയാമെന്ന്. ആ കുടുങ്ങുമെന്ന് നോക്കട്ടെ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നേ. എന്തിനാണോ തടയിടുന്നത്? ഇത് കേൾക്കൂ. ഇപ്പം സ്മൃതി ഇതൊന്ന് കേട്ടെ. അതായത് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. പിണറായി വിജയൻ ഭയന്നോ, CPM ഭയന്നോ വീണാ വിജയന്റെ വീട്ടിലേക്ക് നാളെ രാവിലെ അല്ലെ ക്ലിഫ് ഹൗസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് നാളെ രാവിലെ മാധ്യമങ്ങളല്ല ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത് കോടതിയാണ് ശ്രീ റെജി ലൂക്കോസ്. KSIDC കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് ചോദിച്ചത്. ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞത് കോടതിയാണ്. തിങ്കളാഴ്ച ഈ KSIDCയുടെ ഹർജിയും കേരള ഹൈക്കോടതിയിൽ വരുന്നു. അപ്പുറത്ത് വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതിയിലും വരുന്നു. KSIDCയുടെ കാര്യങ്ങൾ അവർ വാദിച്ചോളൂ. ഞാൻ ഒരു എക്സ്പെർട്ടായിട്ടുള്ള വക്കീലുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയം അതല്ലല്ലോ. നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെയും CPM-നെ അല്ലേ. പിന്നെ ഇവിടെ ചേക്കുട്ടി സാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു ഒറ്റ മറുപടി പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു പാർട്ടി അണികൾക്കെല്ലാം കൺഫ്യൂഷനാണ്. പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനായിട്ട് താഴെത്തട്ടിലേക്ക് CPM അവരുടെ നേതാക്കന്മാരെ അയക്കണമെന്ന് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടി? പാർട്ടി സെക്രട്ടറി താഴെത്തട്ടിലെ നേതാക്കൾ പോലും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ക്ലാസ് എടുക്കുന്നു. എങ്ങനെയാണ് ഇത് വിശദീകരിക്കേണ്ടത്, എങ്ങനെ പ്രതിരോധിക്കണമെന്ന്. അതൊക്കെ സ്മൃതിയുടെ തെറ്റിദ്ധാരണ. ഞാൻ ഈ പാർട്ടി മെമ്പറാണ്. സ്മൃതി ആദ്യം മനസ്സിലാക്കിയോ, ഞാൻ ഔദ്യോഗിക ഭാരവാഹിയാണ് ഈ പാർട്ടിയുടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക്. അല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ എനിക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയ CPM-നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുതാക്കരുത് ഈ പാർട്ടിയെ. ഞങ്ങൾ അത്രയ്ക്കും ചെറുതാകേണ്ട പാർട്ടിയൊന്നുമില്ല. നിങ്ങളുടെ വ്യാഖ്യാനങ്ങളിലൂടെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അണികൾക്കകത്ത് കാര്യത്തിൽ പ്രതിരോധിക്കേണ്ട ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രതിരോധത്തിന്റെ വിഷയം ഈ പാർട്ടിക്കില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ പാർട്ടി അണികൾക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ട എന്നാണോ ശ്രീ റെജി ലൂക്കോസ്? പാർട്ടി അണികളോട് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല എന്നതാണോ പാർട്ടി കരുതുന്നത്? പാർട്ടി അണികൾക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ? ഇല്ലല്ലോ.
ഉണ്ടെങ്കിൽ അതിന് വ്യക്തത കൊടുത്താൽ പോരെ. നിങ്ങൾ എന്ത് പിന്നെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത്? CPM-ന്റെ അണികൾക്ക് വിവരമുള്ളവരാ. നിങ്ങൾ ക്ലാസ് കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ട്, കോൺഗ്രസിലുണ്ട്, അവരോട് പോയി ക്ലാസ് കൊടുക്കാൻ പറയും. വിഡിത്തരങ്ങളുടെ ആ ഘോഷയാത്ര നടത്തുന്നവരും അല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളുണ്ടാകാം. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഗതികളില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ പാർട്ടിനെ അംഗീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 5 ലക്ഷം വരുന്ന അംഗങ്ങളും ലക്ഷക്കണക്കിന് സഹയാത്ര ഉൾപ്പെടുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കൺഫ്യൂഷനും ഇല്ല. അതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടി ആഗോളതലത്തിലുള്ള കാര്യങ്ങൾ പോലും സഖാക്കളുടെ അടുത്ത് വന്ന് ചർച്ച ചെയ്യാറുണ്ട്. അത് പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അത് ഈ പാർട്ടി തുടങ്ങിയ കാലം പോലുള്ള സ്മൃതിക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതല്ലാതെ കൊണ്ട് കുത്തഴിഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഒരു സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ അത് ചലിക്കും. എന്തുകൊണ്ടാണ്? ആ പാർട്ടിയോടുള്ള വിധേയത്വം, ആ പാർട്ടി കൊടുക്കുന്ന കർശനമായ ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ വീണയുടെ ഹർജിയിൽ പറഞ്ഞ ഒരു വാദം ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ് ഈ അന്വേഷണ പരമ്പരയ്ക്ക് ആധാരമായിട്ടുള്ളത്. എന്നാൽ IT ആക്ട് 1961 അനുസരിച്ച് ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങളിൽ IT ആക്ടോ മറ്റു നിയമങ്ങളോ അനുസരിച്ച് പുനഃപരിശോധന പാടില്ല എന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അതിൽ പറയുന്ന ഒരു കാര്യത്തിൽ മേൽ പിടിച്ചുകൊണ്ടൊരു പുനഃപരിശോധനയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് പോവുക? നോക്കൂ, അത് വീണ വിജയന്റെ വാദമാണ്, അവരുടെ കണ്ടൻഷനാണ്. അതായത് ആ വാദം നമ്മൾ സാങ്കേതികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റ് മെക്കാനിസമാണ്. അതായത് നമുക്കെതിരെ ഒരു ഇൻകം ടാക്സ് കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ IT ആക്ടിലെ സെക്ഷൻ 495 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പ്രകാരം നമുക്കൊരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സേവനം ആവശ്യപ്പെടാം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ 2 കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരു ആർബിട്രേഷൻ മെക്കാനിസത്തിലൂടെ ഒരു വിധി പാസ്സാക്കും. അവിടെ നമുക്ക് അഡ്മിഷൻസ് നടത്താം, അവിടെ നമുക്ക് കുറ്റസമ്മതം നടത്താം, നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട സംഖ്യ എത്രയായിരുന്നു എന്ന് പറയാം. ഇതൊന്നും നമ്മുടെ കേസിന് പ്രൊജുഡിസ് വരുത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. അതിനടിസ്ഥാനത്തിൽ അവരൊരു സെറ്റിൽമെന്റ് ഓർഡർ പാസ്സാക്കും. അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഓർഡർ എല്ലാവരുടെ മേലും ബൈൻഡിങ് ആയിരിക്കും. അതിന് മേലെ പിന്നീട് അപ്പീലോ മറ്റേതെങ്കിലും തരത്തിലുള്ള പുനഃപരിശോധനയോ ഉണ്ടാവുന്നതല്ല. ഈ വിവരങ്ങൾ പുറത്തെവിടെ ഉപയോഗിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പ് വരുമ്പോൾ അല്ല ഈ ഇൻഫർമേഷൻ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. വീണ വിജയന്റെ തന്നെ അഫിഡവിറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 206 പ്രകാരമുള്ള അന്വേഷണം വീണ വിജയന്റെ കമ്പനിക്കെതിരെ നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. ഇവരുടെയൊക്കെ റഡാറിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരുടെയൊക്കെ അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പെടും. IT അല്ലെങ്കിൽ ഇൻകം ടാക്സ് മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ഏജൻസികൾ. അതിന് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള വകുപ്പുകളുണ്ട്, ED പോലത്തെ വകുപ്പുകളുണ്ട്, SFIO പോലത്തെ ഏജൻസികളുണ്ട്. ഇവരുടെയൊക്കെ പരിശോധനയിൽ മുന്നേ തന്നെ ഈ കാര്യം വന്നിരുന്നതാണ്. അതെങ്ങനെയാണ് ശ്രീ ശങ്കുട്ടിദാസ് വിശദീകരിക്കുക? അപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ വന്നതിന് ശേഷമാണ്, അതും ഒരു പത്രത്തിൽ ആ വാർത്ത വന്നതിന് ശേഷം അതിലെ വിധിയിലെ ആ പ്രത്യേക പരാമർശം എടുത്തു തന്നെ വാർത്തയാക്കിയതിനു ശേഷമാണ് അടുത്ത അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്, അടുത്ത പരാതിയായിട്ട് ഹർജി പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ തുടങ്ങിയെന്ന് എങ്ങനെയാണ് അത് വിശദീകരിക്കാനാവുക? അതെന്താണ്, അത്ര രഹസ്യമായിട്ട് നടക്കുന്ന അന്വേഷണമാണോ? അങ്ങനെയാണെങ്കിൽ ROC അന്വേഷണം അങ്ങനെയല്ലല്ലോ. ശ്രീമതി സ്മൃതി, അങ്ങ് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ 2012, 2013 കാലഘട്ടങ്ങളിൽ CMRL ബോധിപ്പിച്ചിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണുകളിൽ പിഴവുകൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 2017 CMRL സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. 2017 റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് CMRL-നെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ആ കേസിൽ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സേവനം ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് സ്ഥാപിക്കുന്ന ഒരു സംവിധാനമല്ല. CMRL ആ കേസിൽ തങ്ങൾക്ക് വലിയൊരു പിഴ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏതാണ്ട് 5-6 വർഷത്തെ ടാക്സിവേഷനുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ ഒരു അഡ്മിഷൻ നടത്തിയിട്ട് ഒരു കുറഞ്ഞ പിഴ ഈടാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് സേവനം ആവശ്യപ്പെടുന്നു. അവരവിടെ അഡ്മിഷൻസ് നടത്തുന്നു. ഈ കമ്പനിയുടെ MD, ഈ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവിടെ നടത്തുന്ന അഡ്മിഷൻ. വീണ വിജയനെതിരെ വന്നിട്ടുള്ള അഡ്മിഷൻ പോലും ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്ന് ഷോൺ ജോർജ് ആണ് ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി കൊടുക്കുന്നത്. അതിൽ നടപടി ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടിയാണ്. നമ്മൾ നേരത്തെ പറയുന്ന 206 പ്രകാരമുള്ള നടപടി ഇൻകം ടാക്സ് നടപ്പാക്കുന്നതല്ല, അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടപ്പാക്കുന്നതാണ്. അത് IT ആക്ടിന് കീഴിൽ വരുന്നതല്ല, അത് കമ്പനീസ് ആക്ട് ഓഫ് 2013
കീഴിൽ വരുന്നതാണ്. അതൊരു സമാന്തര ഏജൻസിയുടെ സമാന അന്വേഷണമാണ്. അതായത് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് CMRന്റെ നികുതി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം CMRന്റെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടതല്ല. വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്പനി ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസിനൊന്നും യാതൊരു തരിമ്പും വില വെക്കാതെ ഒരു ധന സമ്പാദന മാർഗം അനധികൃതമായിട്ട് തൻ്റെ പിതാവിൻ്റെയും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ബലത്തിൽ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ധനം സമ്പാദിക്കാനുള്ള ഒരു ഷാം കമ്പനിയായിട്ട്, ഒരു ഷെൽ കമ്പനിയായിട്ട് എക്സാലോജിക്കിനെ ഉപയോഗിച്ചിരുന്നു എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം എപ്പോഴുണ്ടായി? താങ്കൾ പറയുന്നത് നേരത്തെ 2021 ആര് തുടങ്ങി? 2021 വീണ വിജയന്റെ തന്നെ അഫിഡവിറ്റ് പറയുന്നു. ഇന്ന് കർണാടകയിൽ വീണ വിജയൻ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ എന്താണ് പറയുന്നത്? എനിക്ക് 2021 ജനുവരി മാസത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ഒരു നോട്ടീസ്, സെക്ഷൻ 206 പ്രകാരമുള്ള നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ എന്നോട് ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 2021 ഫെബ്രുവരി 2-ാം തീയതി 2021 തീയതി ഞങ്ങൾ ഇത്രയും ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്തു. അതിനുശേഷം 2021 ഒക്ടോബറിൽ എനിക്കൊരു സപ്ലിമെന്ററി നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ പറയുന്നു ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ തൃപ്തികരമല്ല, അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുകയോ വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ 2021 നവംബർ മാസത്തിൽ നേരിട്ട് പോയി 2022 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞാൻ നേരിട്ട് ROCയുടെ മുന്നിൽ ഹാജരായി. ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങളും തൃപ്തികരമല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ ഈ പറയുന്ന 210 പ്രകാരം 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടത്. ആ ഇൻവെസ്റ്റിഗേഷൻ തുടർന്ന് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ 212 പ്രകാരമുള്ള പുതിയ SFIയോട് അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണം ആവശ്യമില്ല, 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടർന്ന് വരട്ടെ, അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം മതിയല്ലോ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അഫിഡവിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടോ ഒന്നുമല്ല. ഇത് രാജ്യത്തൊരു നിയമ സംവിധാനം സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ നിയമ സംവിധാനം BJP ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ NDA ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു സംശയകരമായ കാര്യം. എവിടെയെങ്കിലും BJP ഭരിക്കുന്നിടത്ത് അല്ലെങ്കിൽ NDA ഭരിക്കുന്നിടത്തേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. അജിത് പവാറിന്റെ കാര്യത്തിൽ എത്ര കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു. സ്വത്തുക്കൾ മരവിപ്പിച്ചതിൽ എല്ലാം പരിഹരിച്ചില്ലേ? അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാം പരിഹരിച്ചല്ലോ. അപ്പോൾ അത് നമ്മളുടെ മുന്നിൽ കാണുന്നുണ്ട്. അത് താങ്കൾ ഒന്ന് വിശദീകരിച്ചു പോയാൽ മതി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ കേസിൽ തന്നെ നിൽക്കാം. പക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് ഘട്ടത്തിൽ നിന്ന് പോയി? അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് അന്വേഷണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാക്കി നിർത്തുന്നു, അതിനുശേഷം ഒരു ഘട്ടം വന്നപ്പോൾ നിന്നു. ഇപ്പോൾ BJP പ്രതിനിധികളോട് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്? ആ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആരും അറിയുന്നില്ല. അറിയുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ആ സമയത്ത് മാത്രം അത് സജീവമായി നിർത്തും. ഇപ്പോൾ അറിയുന്നില്ല, പക്ഷെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കേസിലും അതായിരിക്കുമോ വിധി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സംശയം. അല്ല, അങ്ങനെയല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം തുടരുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ഒരുപക്ഷെ രാജ്യത്തെ നിയമം പ്രവർത്തിക്കുക. രാജ്യത്തെ നിയമം പ്രവർത്തിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു മെത്തഡോളജിയും ഒരു മെക്കാനിസം ഉണ്ട്. സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകളിൽ ആളുകളെ എന്താണ് അവിടെ ശിക്ഷ കൊടുക്കാൻ സാധിക്കുക? ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ആക്ട് പ്രകാരവും കൊഫെപ്പോസ ആക്ട് പ്രകാരവും നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ഈ പറയുന്ന കമ്മോഡിറ്റിയെ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ കേസിൽ ഓൾറെഡി തന്നെ റീജിയണൽ കസ്റ്റംസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വലിയ സംഖ്യകളുടെ ഫൈൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഫൈനുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്തിട്ടുള്ള അപ്പീലുകൾ കോടതികളുടെ പരിഗണനയിലാണ്. ആ അപ്പീലുകൾ കോടതികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സമുണ്ട്. ഇതാണ് അതിലത്തെ നിയമപരമായിട്ടുള്ള പ്രശ്നം. ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരു വിഷയം സംസാരിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് പോലും വളരെ എളുപ്പമാണ്. കേട്ടോ, കോക്കു എന്ന് പറയും നമ്മൾ. യൂട്യൂബ് നിങ്ങളും അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവല്ല. ശരി, ഇവിടെ ഒരു കേസ് ഉണ്ടെന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷെ ആ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള സംശയം ചോദിക്കാമല്ലോ. ആ കേസ് ഞാൻ പറഞ്ഞില്ല, ഇതിന് എല്ലാവരും ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ട്. ആ കേസിൽ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും കൂടുതലായിട്ടുള്ള തെളിവുകളും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിലാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എന്ന് പറയുന്ന ആള് ഈ അടുത്ത കാലം വരെ അറസ്റ്റിലായിരുന്നതും ജയിലിലായിരുന്നതും ഇപ്പോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യാവസ്ഥ റദ്ദാക്കാൻ നിങ്ങൾ ആരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കിയോ ശിവശങ്കർ മാത്രമല്ല, അവരിലേക്കൊന്നും അവർക്കെതിരെ ഒന്നും തെളിവും കിട്ടിയിട്ടില്ല. സ്വപ്നപ്രഭ സുരേഷ്,
ശരി. ശരി, ഇനി ഒരു കാര്യം എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ സമ്മതിക്കണം. ഇവിടെ എന്താ പറയുക, അമിത്ഷായുടെ മകനെതിരെ ജയ്ഷയ്ക്കെതിരെ പറഞ്ഞു. ഞാൻ വിശദീകരിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ജയ്ഷയുടെ കേസും ഇതും തമ്മിൽ നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് കൗതുകമുണ്ട്. കാരണം ജയ്ഷയുടെ സംഭവം ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ദ വയർ എന്ന് പറയുന്ന മാധ്യമം 2017 ജയ്ഷയ്ക്കെതിരെ ഒരു വാർത്ത കൊടുത്തു. എന്താ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഒരു വർഷം കൊണ്ട് ജയ്ഷയുടെ ആസ്തി 16,000 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്ന്. അതിന് യാതൊരു തെളിവുമില്ല, യാതൊരു അടിസ്ഥാനമില്ല. വയർ എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്ത വാർത്തയാണ്. ശ്രീ ജയ്ഷ ദ വയറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തു. 100 കോടി രൂപയ്ക്ക് ഡിഫമേഷൻ കേസ് കൊടുത്തു. ഈ വയറിന് നോട്ടീസ് അയച്ചു വരുത്തി. ഇവരോട് എന്താണ് എവിഡൻസ് എന്ന് തെളിയിക്കാൻ പറഞ്ഞു. ഇവർക്ക് പ്രൈമ ഫേസി ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല. ഇവർക്കെതിരെ ഒരു ഗ്യാഗ് ഓർഡർ ഉണ്ടായി. അതായത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ മറ്റ് വിവരങ്ങളോ ഒന്നും നിങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കരുത്. ഈ കോടതിയിലെ കേസ് തീരുന്നത് വരെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇനി ജയ്ഷയ്ക്കെതിരെ ഡിഫമേറ്ററി ആയിട്ടുള്ള വാർത്ത കൊടുക്കരുതെന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി പറഞ്ഞു ആ ഗ്യാഗ് ഓർഡർ നിലനിൽക്കും. കാരണം ഇവർ കൊടുത്തിട്ടുള്ള വാർത്ത സത്യമാണെന്ന് ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. 2019 ഒരു സുപ്രീം കോടതി പോയി. ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസ് വയർ തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. അതായത് ജയ്ഷയ്ക്കെതിരെ വന്നൊരു ഡിഫമേഷൻ കേസും അത് ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള വാർത്തയും അതിനെതിരെ ജയ്ഷ കൊടുത്തൊരു കേസുമാണ് നിങ്ങൾ ഈ പറയുന്ന ബഹളം. അതല്ലാണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇല്ല, ഒരു അന്വേഷണമില്ല, ഏതെങ്കിലും ഏജൻസിയുടെ ഫൈൻഡിങ് ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോടതിക്ക് മുമ്പിൽ ഒരു വ്യവഹാരമില്ല. ഒരു തെറ്റായ വാർത്തയ്ക്ക് മേലെ അദ്ദേഹം കൊടുത്ത ഡിഫമേഷൻ കേസ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. വീണ വിജയന് ധൈര്യം ഉണ്ടോ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ? ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ വീണ വിജയന് ധൈര്യം ഉണ്ടോ? ഞാൻ ചർച്ചയിലേക്ക് ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ 1.72 കോടിയുമായി ബന്ധപ്പെട്ടാണല്ലോ വീണ വിജയൻ പ്രതിരോധത്തിലാകുന്നത്. അവിടെ അപ്പുറത്തൊരു 135 കോടിയുടെ ചുരുളഴിയാനുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കൾ, ചുരുക്കപ്പേരിൽ ആ പേരുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ പേരുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. അതുകൂടി അന്വേഷിക്കേണ്ടതല്ലേ? അതിലേക്ക് കൂടി ചോദ്യങ്ങൾ വരേണ്ടതല്ലേ എന്ന് റെജി ലൂക്കോസ് ചോദിക്കുമ്പോൾ അതിലൊരു മാധ്യമ പ്രവർത്തകനായ ശ്രീ NP ചെക്കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ആ അന്വേഷണം നടക്കുന്നതിൽ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്താൻ കഴിയും. കാരണം ഈ കേസ് വേറെയാണ്. CMRL എന്ന് പറയുന്ന കമ്പനി നൽകിയിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാട് അത് വേറെയാണ്. അപ്പോൾ CMRLൻ്റെ അവരുടെ പണം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളിൽ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നത് 100-150 കോടി എങ്ങാണ്ട് ആളുകൾക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കമ്പനികളിൽ നിന്നായാലും ഇൻഡിവിജ്വൽസിൽ നിന്നായാലും സംഭാവന വാങ്ങുന്നത് റെസീറ്റ് കൊടുത്തിട്ടോ റെസീറ്റ് കൊടുക്കാതെയോ ഒക്കെ വാങ്ങുന്നുണ്ടാവും. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ആർക്കും ഒരു വിരോധമില്ല. പത്രക്കാർക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പരസ്യത്തിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ കമ്പനികൾക്ക് കൊടുക്കാറുണ്ട്. അതല്ല, പത്രപ്രവർത്തകർക്ക് ഇങ്ങനെ കവറിലാക്കിയിട്ട് പോക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും എൻ്റെ അറിവിൽ, എനിക്ക് പരിചയമുള്ള പത്രക്കാർക്കൊന്നും അങ്ങനെ കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. എനിക്ക് എന്തായാലും കിട്ടിയിട്ടുമില്ല. ഞാൻ ആ കാലത്തൊക്കെ പത്രപ്രവർത്തനം നടത്തിയ ആളാണെങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താണ് സേവനം എന്നുള്ളതാണ് ചോദ്യം. അത് കാണാത്ത സേവനം, അത് വാർത്ത കൊടുക്കാതിരിക്കാനായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ശരിയാണ്. അതെ, ആ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകാതിരിക്കാനും ചെയ്യാതിരിക്കാനുള്ള പ്രതിഫലമാകാം. അല്ല, അത് കറക്റ്റാണ്. ശരി, 100% ശരിയാണ്. CMRLുമായിട്ട് ബന്ധപ്പെട്ടിട്ട വാർത്തകൾ ആരെങ്കിലും മുക്കിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഇവരുടെ ഈ കരിമണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങളുണ്ട്, പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രദേശത്ത് ആലപ്പാട്, കടപ്പുറം പോലെയുള്ള പ്രദേശം ജനകീയ സമരങ്ങളുണ്ട്. കുറേയൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല പത്രങ്ങളും അത് മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. മിക്കവാറും എല്ലാ പത്രസ്ഥാപനങ്ങളായാലും ശരി, പത്രപ്രവർത്തകരായാലും ശരി, ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ എടുക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് വ്യക്തിഗതമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കാണ് പണം കൊടുത്തത് എന്ന് അവർ പറയട്ടെ. അങ്ങനെയാണ് അതേക്കുറിച്ച് പരിശോധന നടക്കും. ഇപ്പോൾ PV എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് അറിയില്ല. PV ആരാന്ന് പറയുമ്പോൾ നമ്മൾ പിണറായി വിജയനാണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണോ അല്ലയോ നമുക്കറിയില്ല. അതേപോലെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പൊതുസമൂഹത്തിനകത്തുള്ള അഴിമതിയുടെ വിഷയം വേറെ, അത് പൊതുവായൊരു വിഷയമാണ്. ഇവിടെയുള്ള പ്രശ്നം ഒരു പ്രത്യേക കമ്പനി CMRLുമായിട്ടുള്ള ഇടപാടിൽ അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. ആ സാമ്പത്തിക നേട്ടത്തിനനുസൃതമായിട്ട് ഒരു സേവനവും അവർ കൊടുത്തതായിട്ട് കാണുന്നില്ല. അതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ CMRLെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് ഉത്തരവിൽ വരുന്നത്. അല്ല,
അതെ, അതൊക്കെ കോടതിയുടെ മുമ്പിൽ വരട്ടെ. ഇനി അങ്ങനെയല്ല, ഇപ്പൊ ഈ സത്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇത്രയേറെ പണം കൊടുത്തിട്ടും അവർക്ക് സേവനം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് 3 വർഷത്തോളം ഇങ്ങനെ പണം കൊടുത്തു? അതിന് ഒരേ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് കേരളത്തിലെ ഭരണകൂടവുമായിട്ടുള്ള അടുത്ത സമ്പർക്കമാണ്. ആ ഒരു സമ്പർക്കം തടയാൻ കഴിയില്ല. ആ സമ്പർക്കം ഇരിക്കുന്ന കാലത്തോളം ഈ കമ്പനിയെക്കുറിച്ച്, ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച്, അധികാരത്തിലിരിക്കുന്ന ആളുകളെ കുറിച്ച് സംശയം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ കഴിയില്ല. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ 2 ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ROC അന്വേഷിക്കുകയാണല്ലോ പറഞ്ഞത്. ROCയുടെ അന്വേഷണത്തിൽ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFIOയിലേക്ക് പോയിരിക്കുന്നത്. വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തലുള്ളത്. ഈ കമ്പനി മരവിപ്പിക്കാൻ നൽകിയ രേഖകളിലും സത്യവാങ്മൂലത്തിലും തെറ്റായ രേഖകളുണ്ടെന്ന് പറയുന്നു. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ROC ആവശ്യപ്പെട്ടത്. മരവിപ്പിക്കൽ അപേക്ഷിക്കാൻ യോഗ്യത പോലും ഇല്ലാതിരിക്കെയാണ് 2022 അപേക്ഷ നൽകിയതെന്ന് പറയുന്നു. 2 വർഷത്തിനിടെ ഒരു ഇടപാടും നടത്തിയിട്ടുണ്ടാകാൻ പാടില്ല അപേക്ഷ നൽകണമെങ്കിൽ. അത് തെറ്റിച്ചിട്ടുണ്ട്. 2021 മെയ്യിൽ ഇടപാട് നടന്നിട്ടുണ്ട്. ഈ തീർപ്പ് കൽപ്പിക്കാത്ത നടപടികളുണ്ടെങ്കിൽ അപേക്ഷിക്കാനാവില്ല, നിയമ നടപടികളില്ല, നികുതി നൽകാനില്ല എന്നാണ് നൽകിയ രേഖ. ഈ 2021 കമ്പനി ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മറച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ മറച്ചുവെക്കൽ 42 ലക്ഷത്തിലധികം രൂപ പലിശ അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം മറച്ചുവെക്കൽ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, 2021 തന്നെയുള്ള കാര്യങ്ങളാണ് എന്ന വീണ വിജയൻ നൽകിയിരിക്കുന്ന ഹർജിയിലുമുണ്ട്. ROCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല ശ്രീ റെജി ലൂക്കോസ്. ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അല്ല സ്മൃതി, അന്തരീക്ഷത്തിൽ നിന്നുള്ള ചില കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പറയുന്ന 2 ഏജൻസികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നെ CPM വിരോധികളായിട്ടുള്ളവർക്ക് കിട്ടിയെന്ന് പറയുന്ന ചില രേഖകളുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അന്തരീക്ഷത്തിനുള്ള രേഖകൾ, ഇതിനൊന്നും യാതൊരു തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് നിയമപരമായിട്ട് വീണ വിജയൻ നേരിട്ടുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2021 ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇവിടുത്തെ ED എന്ന് പറയുന്ന ഏജൻസി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് എത്രയോ നുണകൾ ചോർത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മളൊക്കെ എത്രയോ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. നാളെ രീതിയിലാണ്, നാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകും, ഇവിടെ പിന്നെ ഏതോ ഒരു അതാണ് ഞാൻ ചോദിച്ചത്. അല്ല സ്മൃതി, ഇതുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയപരമായ വേട്ടയാടലുണ്ട്. അത് പറയാൻ എന്നെ എന്തിനാ അനുവദിക്കാതിരിക്കുന്നത്? പക്ഷെ അവസാനം കോടതി കൊടുത്ത ഒന്നിനും ഒരു തെളിവില്ല, യാതൊരു തെളിവില്ല. കോടതി അവസാനം എല്ലാ ഏജൻസികളെയും രാഷ്ട്രീയ ലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന രൂപത്തിൽ പറയുമെങ്കിൽ ആരന്വേഷിക്കണം? അതോ വീണ പറയുന്ന പോലെ അന്വേഷിക്കേ വേണ്ട എന്നാണോ? അല്ല, തീർച്ചയായിട്ടും അതിന് ആ ചോദ്യത്തിന് ഞാൻ വീണ എങ്ങനെ അന്വേഷിക്കേണ്ടത് പറഞ്ഞില്ല. വീണയ്ക്ക് വ്യക്തിപരമായിട്ട് അതായത് ഈ പച്ചക്കള്ളത്തിന് വേണ്ടിയിട്ടുള്ള വേണ്ട എന്നുള്ളതാണ് വീണ പറഞ്ഞിരിക്കുന്നത്. റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ അല്ലത് ത്രൂ ബാങ്കിലൂടെ അടച്ച പണത്തിന് ഇൻകം ടാക്സിനെയും മറ്റും പിന്നെ ടാക്സ് എല്ലാം സെറ്റിൽ ചെയ്തതും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എഴുതി തള്ളിയതുമായ ഒരു കേസ് വീണ്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ട് കുത്തിപ്പൊക്കുന്നതുകൊണ്ട് അത് അവരെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ കേസ് എഴുതി തള്ളെന്ന് പറഞ്ഞു. അത് സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ച അതിപ്രധാനമായ 2 കാര്യങ്ങൾക്ക് സ്മൃതിയോ ഈ ശങ്കുട്ടിദാസോ മറ്റാരും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ചോദിക്കാൻ ഇതിലൊരു കേസുണ്ട് ശ്രീ റെജി ലൂക്കോസ്. വെറുതെ അങ്ങ് വരികയല്ല, വരാൻ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനമാണ്. അല്ലെന്ന് ഞങ്ങള് ഇതിനൊന്നും തർക്കം. സ്മൃതി ഇപ്പൊ അവസാനിപ്പിക്കുക. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള അവസരം കിട്ടണം. നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പിന്നെ സംരംഭം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മറുചോദ്യം കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് എന്തൊരു അർത്ഥമാണ്? അതെന്തൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? വ്യാപ അഴിമതി BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ 660 കോടി. ഈ ചോദ്യത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന വൺ സൈഡ് ആയിട്ടുള്ള അന്വേഷണങ്ങളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മേലെ അതിനുള്ള അവകാശമില്ലേ? തടയാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. 22 പേരുടെ മരണം, അതിൽ 2 ഡീൻ, 8 മാധ്യമപ്രവർത്തകര്. ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് പോയി അന്വേഷിച്ചു? രാത്രി 12 മണിക്ക് അതിക്രമിച്ച് ഫയൽ കൊണ്ട് മുക്കിയില്ലേ? അവസാനം സുപ്രീം കോടതി പോയി തീർപ്പാക്കി. ഇല്ല, അതിലൊക്കെ വലുതാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് പ്രത്യേകം സഹായം ലഭിക്കുന്നത്.
പ്രതിപക്ഷ അതാണ് ഏറ്റവും വേട്ടയ്ക്കെതിരെ പ്രധാനം. ഞങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ മറ്റേത് അന്വേഷിക്കേണ്ടതല്ല. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്തിനാണ് അത് പറയിപ്പിക്കാതിരിക്കുന്നത്? ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. ഇവിടെ അല്ലാതെ കൊണ്ട് ഇത് ഞാനൊന്നും കയ്യിലെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. വൺ സൈഡ് ആയിട്ട് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വട്ടം കറങ്ങി ഇത്ര നാണം കെട്ട നാടകം നടത്തുമ്പോൾ ആ വസ്തുതകൾ ഞങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുചോദ്യം കൊണ്ടല്ല നേരിടേണ്ടതെന്നുള്ള സ്മൃതിയുടെ വാദഗതിക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഈ രാജ്യത്ത് നടക്കുന്നതല്ലേ. ഞങ്ങൾ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ UK കാര്യം പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. വീണാ വിജയന്റെ കേസ് പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അവർ സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ട്. കോടതി സ്റ്റേ കൊടുത്ത സ്റ്റേ സാങ്ഷൻ ആയിട്ടുണ്ട്. സ്റ്റേ ഇല്ലേ അവർ നിയമ നടപടി സ്വീകരിക്കും. അതിനോട് അല്ല അത് റദ്ദാക്കണം, അത് റദ്ദ് ചെയ്യണമെന്ന് മനസ്സിലായി. റദ്ദ് ചെയ്യണമെന്ന് തന്നെ അത് മുമ്പോട്ട് പോയിക്കോളും. അത് മനസ്സിലായി. അത് റദ്ദാക്കണം എന്നുള്ളത് അത് അവർ മുമ്പോട്ട് കൊണ്ടുപോട്ടെ. എന്തിനാണ് ഈ അന്വേഷണം? എന്തിനാണ് ഈ വേട്ടയാടൽ? കർണാടക ഹൈക്കോടതി ചോദിച്ചോളൂ. അല്ല എന്തിനാണ് ഭയം എന്നുള്ള ചോദ്യം സാധാരണ രീതിയിൽ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇല്ലല്ല വീണാ വിജയന്റെ കേസ് അത് ചോദിച്ചിട്ടില്ല. കേസ് എടുക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ അല്ല കോടതി അല്ല നിങ്ങൾ എങ്ങനെയാ പ്രിജുഡീസ് ആയിട്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച എന്താണ് ചോദിക്കുന്നത്? അത് അന്ന് ഫയൽ സ്വീകരിക്കുന്നുണ്ടോ അന്ന് എടുക്കുന്നുണ്ടോ ഒന്നും അറിയാതെ കൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങളെന്താ മറുപടി പറയുന്നത്? ആർക്കാണ് ഭയം? ഭയന്ന് നടക്കുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഭയന്ന് നടക്കുന്നത്. 150 കോടി രൂപ കേരളത്തെ താർക്കാൻ കൈക്കൂലി മേടിച്ചെന്ന് ഒരു MLA ആരോപിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തിങ്കളാഴ്ച നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ്. തിങ്കളാഴ്ച ഇവിടെ KSIDCയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയും വീണാ വിജയന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയും വാദം കേൾക്കാനിരിക്കുന്നു. നമുക്ക് നോക്കാം കോടതിയിൽ നിന്ന് എന്ത് പരാമർശങ്ങൾ ഉണ്ടാകുന്നു, എന്ത് തീരുമാനമുണ്ടാകുന്നു എന്ന്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.